പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര, പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ, ആധ്യാത്മികതയും നമ്മുടെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങളും എങ്ങനെയാണ് മാർഷ്യൽ ആർട്ടിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കളരിപ്പയറ്റിൽ പലപ്പോഴും മൃഗങ്ങളുടെ പോസ്ചറുകൾ നമ്മൾ കടമെടുക്കാറുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ഒരു മൃഗം പ്രതിരോധിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഇമോഷൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലൊരു പൂച്ചയാണെന്ന് കൂട്ടിക്കേ, ആ പൂച്ചയെ നടന്നു പോകുമ്പോൾ വെറുതെ ഒരു വടി കൊണ്ട് അടിച്ചു നോക്കിയേ, പെട്ടെന്ന് തന്നെ അവൻ ജമ്പ് ചെയ്തിട്ട് മാറുന്ന കാണാൻ പറ്റും. അത് അതിൻ്റെ ഇമോഷനാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗജവടിവ്, അശ്വവടിവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ വടിവുകൾക്ക് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയോ ഈ പറഞ്ഞ ഇമോഷൻസ് അതിനകത്ത് ഉണ്ടാവില്ല. ബ്രൂസ് ലീ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം, അത് ഭയമായാലും കൊള്ളാം, ദേഷ്യമായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, അത് അതേപടി വെളിയിലോട്ട് വരട്ടെ. കാരണം അത് അകത്ത് കിടന്നാൽ നമുക്ക് തന്നെ അപകടമാണ്, കുഴപ്പമുണ്ടാവും, രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ആ മൃഗത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായി പറഞ്ഞാൽ, ഒരു ഗജവടിവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നിപ്പ് തന്നെ വളരെ തെറ്റുകൾ കാണിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. കാരണം ഒരു ആനയാകുമ്പോൾ, ആന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ കയറിയിട്ട് ഒത്തടിയാൻ പറഞ്ഞ് അങ്ങ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ യുക്തിക്കൊന്ന് തീരുമാനിക്കണം. ഒരു വലിപ്പമുള്ള ആന, ഇപ്പോൾ നിങ്ങൾ എളുപ്പമാർഗ്ഗം, ഈ ജംബോ സർക്കസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുണ്ട്, ഒരു ആന എങ്ങനെ നിൽക്കുക. ആന നിൽക്കുമ്പോൾ ആനയുടെ ഈ ബാക്ക് സൈഡ് ഒരുപാട് വെയിറ്റ് കൂടുതലുണ്ട്, ഭാരക്കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരുപാട് അമർന്ന് ഇത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബാലൻസിനാണ് ചെയ്യുന്നതെങ്കിൽ, ഇത് ഫൈറ്റിംഗ് മോഡിലേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അമരുക. ഇപ്പോൾ കളരിപ്പയറ്റിൻ്റെ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് അമർന്ന് ശരിക്കും പറഞ്ഞാൽ ജിംനാസ്റ്റിക് ചെയ്യുന്ന മാതിരിയാണ്. അതിന് പ്രൈസ് കൊടുക്കുകയും ചെയ്യും. അത് ഭയങ്കര അബദ്ധമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇത് ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വടിവുകൾ മാത്രമല്ല, ആ മൃഗത്തിൻ്റെ ഇമോഷനൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ കുങ്ഫു പോലുള്ളതിൽ ഇമോഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആ മൃഗത്തിൻ്റെ ഓരോ പോസ്റ്ററും അത് നാച്ചുറൽ ആയിട്ടുള്ള പോസ്റ്ററുകളാണ്. ആ നാച്ചുറലായ പോസ്റ്ററുകളുടെ കൂടെ ഇമോഷൻസ് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഏതൊരാൾക്കും വളരെ സിമ്പിളായി മനസ്സിലാകുന്നതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമോഷൻസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമോഷൻസ് അനുസരിച്ചാണ് ഒരു മൃഗം മറ്റൊരു മൃഗത്തെ അറ്റാക്ക് ചെയ്യുന്നത്. അവൻ്റെ ബുദ്ധിപരമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കടുവ നേരെ കയറി ആനയെ ആക്രമിക്കേണ്ടതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആനയെ ആക്രമിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഇതിനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ വലിയൊരു മൃഗത്തെയാണ് കിട്ടുന്നത്. ഇച്ചിരി കഷ്ടപ്പാടുകൾ കൂടുതലാണെങ്കിലും വലിയ മൃഗത്തെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഭക്ഷണം കുറച്ച് ദിവസത്തേക്ക് നടക്കും. ചെറിയൊരു മുയലിനെ പിടിച്ചാൽ അവൻ കഴിച്ചിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കടുവ പോലുള്ള ശരിക്കും വലിയ മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ രീതികൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം കിട്ടിയ ഉടനെ അതങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ യുക്തിപരമായും ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിക്കുക, ഇതിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലേ, നാഷണൽ ജിയോഗ്രഫി പോലുള്ള ചാനലുകളുണ്ട്. അതുപോലെ ഒരുപാട് മൃഗങ്ങളെക്കുറിച്ച് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സെർച്ച് എടുക്കാം. അപ്പോൾ അവൻ്റെ മൂവ്മെൻറ്റുകൾ നമ്മുടെ കാര്യങ്ങളിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ കളരിപ്പയറ്റ് നന്നാവില്ലേ എന്നൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പുലിയംഗം എന്നൊക്കെ പറയുമ്പോൾ ആ പുലിയുടെ അംഗത്തിൽ വരുന്ന ആ കാര്യങ്ങൾ പൂർണ്ണമാണ്, ഇമോഷൻസ് അതിനകത്ത് വരുന്നുണ്ടോ നിങ്ങൾ എനിക്ക് ചെയ്താൽ മനസ്സിലാവും ഇമോഷൻസുള്ള പ്രാധാന്യം. ഇപ്പോൾ ബ്രൂസ് ലീയുടെ പല ചിത്രങ്ങളിലും അദ്ദേഹം അടിക്കുന്ന സമയത്ത് കുറച്ചേറെ കാറുന്ന ഒച്ചകളും ഒക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസ് വെളിയിലേക്ക് വിടുന്നതാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. ഇപ്പം നമ്മളിപ്പോൾ കരാത്തയിലൊക്കെ നമ്മൾ ഹൂ, ഹിയ അങ്ങനെയുള്ള ശബ്ദങ്ങൾ, കിയ അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓരോ ശബ്ദങ്ങളുടെ പുറകിലും അതുപോലെ വലിയ ചില ശബ്ദങ്ങളുടെ ശാസ്ത്രങ്ങളുണ്ട്. അതൊക്കെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ശബ്ദശാസ്ത്രം എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ഒച്ച വരുമ്പോൾ ഒരു എതിരാളിയെ എങ്ങനെ നടുക്കാം, എവിടെയാണോ നടുങ്ങുന്നത് അവിടെ പരാജയം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ നടുക്കാനുള്ള പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ കളരിയൊക്കെയാണ് നമ്മൾ കൈ കൊട്ടുക എന്ന് പറയും അല്ലേ, ഹൃദയഭാഗത്തിന് താഴെയായിട്ട് കൈ കൊട്ടിയാൽ എതിരാളി വിറയ്ക്കുമെന്ന് പറയും. പക്ഷെ നമുക്ക് ഹൃദയഭാഗത്ത് കൊട്ടാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ കൈ കൊട്ടാൻ പറ്റുമോ എന്നുള്ള അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടുകളിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം, നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഇമോഷൻസും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം നമുക്കൊന്ന് നോക്കാം അല്ലേ. നേരെ വീഡിയോയിലേക്ക്.
ഇവിടെ ക്ലോസ് വരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്ര അമർന്ന് ഒരാനയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത്ര അമർന്നിരിക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ ഭാരം കൊണ്ട് ഇത് പുറകിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉയർന്നു നിന്നാൽ മതി നമ്മൾ. ഇതായിരിക്കും മാക്സിമം, കാരണം ഇവിടെ ഒരു വളവ് മാത്രമേ നമുക്ക് വരുള്ളൂ. ക്ലിയർ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഒരു വളവേ വരുള്ളൂ. ഇപ്പം നോക്കിയേ, ഇങ്ങനെ അമർന്ന് ഈ അമർച്ചയിൽ നമ്മളൊന്ന് ഇടത്ത് വെച്ച് ആ ബോഡി പൊങ്ങുന്ന കണ്ടോ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം അമർന്ന് അങ്ങനെ നിൽക്കുന്നു, ഇനി എടുത്ത് വെച്ച് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു 5T സ്റ്റാൻസിലേക്ക് വരുമ്പോൾ നേരെ നിങ്ങൾ നോക്കുക, നേരെ ഓപ്പോസിറ്റ് നിന്ന് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു, ഒത്തടി അമർന്ന് കണ്ടോ. ഇവിടെയാണ് നമ്മളൊരു 5T സ്റ്റാൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ കയറി ഇടത് വെക്കുമ്പോൾ ഇവിടെ തട്ടാ വരുന്നെങ്കിൽ അടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ കുറച്ചുകൂടെ മുകളിലേക്ക് വരുന്ന ചെയ്തേ. അപ്പം ഇത്തരത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. ഇവിടെ ഞാൻ പറയണത്, ഈ കാലുകൾ ഒരിക്കലും ആനയുടെ ഇങ്ങനെ വരില്ല, കാരണം അകന്ന് നിൽക്കില്ല. അപ്പോൾ ആ കളിച്ചിട്ട് ക്ലോസ് ആയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോഴാണ് ചില കളരിപ്പയറ്റ് മത്സരങ്ങളിലൊക്കെ ഒരുപാട് ഡീപ്പ് സ്റ്റാൻസ് കാലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യുന്ന പരിപാടികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരിക്കലും ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു 5T സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ 1 2 3 4 മാക്സിമം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഇത്രയും വന്നാൽ മതി. ശരിക്കും അറ്റാക്കിംഗ് ടൈമിൽ ഇത്രയും വന്നാൽ മതി. പ്രാക്ടീസിങ് ടൈമിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നീട്ടിയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. അപ്പം മൃഗത്തിൻ്റെ രീതി എങ്ങനെയാണ്. അപ്പോൾ ഇനി നോക്കിയേ, ഈ പിടിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. തുമ്പിക്കൈ ആണെന്നുള്ളതാണ്. അപ്പോൾ തുമ്പിക്കൈ എടുത്ത് ചുഴറ്റി അടിക്കുന്ന രീതികളെ കുറിച്ച് ഇപ്പം നമ്മൾ വെറുതെ ഒരു ഇല എടുത്ത് അടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ആന ഒരു ഇതെടുത്ത് അടിക്കുന്നത് ഒരിക്കലും ഇങ്ങനല്ല, അത് ഇങ്ങനെ അടിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ആന ഇങ്ങനെ അടിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ഈ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയാ പിടിക്കുക. ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇത്രയേ ഉള്ളൂ തട്ടെന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു അടി വരുമ്പോൾ ഈ അടി ഇവിടെ വരുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ നമ്മൾ ഇങ്ങനെ കൈ എടുക്കാറുണ്ട്, ഇങ്ങനെ വളരെ പെട്ടെന്ന്. കൈ ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റുമോ? ഓക്കെ, നമ്പർ 1. നമ്പർ 2, ഈ കൈ എടുത്ത് അടിക്കുന്ന സമയത്ത് ഇതൊരടിയുണ്ട്. ഒന്നുകൂടെ അടി വരുന്നു, ഇതൊരടിയുണ്ട്. ഈ അടി നമുക്ക് ഇവിടെ പിടിക്കുക, ഇവിടെ ഇരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ അടി ഇങ്ങനെ വരുമ്പോൾ ഈ കൈയുടെ വശം കണ്ടോ, ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ കൈ നിൽക്കുകയും ചെയ്യും. ഇനി അഥവാ ഈ കൈ അടി വന്നാൽ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റും. പിടികിട്ടും. ഇവിടെ നിന്നൊരു പഞ്ച് വന്നാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും, ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ ആനയുടെ തുമ്പിക്കൈയുടെ രീതികൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് പഠിക്കണം. കേട്ടോ? പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത്. അപ്പോൾ അത് നമുക്ക് എത്ര എളുപ്പത്തിലൊക്കെ വളരെ അടുത്ത്, വളരെ ക്ലോസ് റേഞ്ച് നിൽക്കുക. ഇത്ര അടുത്തൊക്കെ നിൽക്കുമ്പോൾ അടി നമുക്കുണ്ടോ കയറി അടിക്കാൻ പറ്റും. കണ്ടോ? പ്രയോഗങ്ങൾ കണ്ടോ? അപ്പോൾ അതെല്ലാം മർമ്മസ് പോയിന്റുകളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം ഈ ഷോർട്ടാണ്. കണ്ടോ? ഇങ്ങനെയുള്ള ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എലഫൻറ്റ് സ്റ്റാൻസ് അല്ലെങ്കിൽ ഗജ വടിവ് ശരിയാവുന്നത്. ഇനി നോക്കിയേ, നമ്മൾ മറ്റു ചില സ്റ്റാൻസുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഒരു ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഒരു കരടിക്കാല് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വയ്ക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും കരടിക്കാല് നമ്മൾ നിൽക്കുക. അപ്പോൾ കരടിക്കാലിൽ ഈ നിൽക്കുന്ന അവസ്ഥ സംജാതമാകത്തോളം വളരെ അപൂർവമായ അവസരങ്ങളില്ല. കാരണം കരടിയുടെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കരടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാലിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. കരടിക്ക് അവൻ്റെ കാലിൻ്റെ നഖങ്ങളുള്ളത് കൊണ്ട് ഈ പാദം ഇത്ര വരെ ഉള്ളൂ. മനസ്സിലായോ? ഇത്രേ വന്നിട്ട് അവൻ ഇത് നീക്കി വെക്കും. കണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു കരടിയുടെ നടത്തം എങ്ങനെ ആയിരിക്കും പൊതുവിൽ? ഇങ്ങനല്ലേ വരിക കരടി നടത്തം. സൈഡ് വേ നോക്കിയേ, ഇനി ഇങ്ങനെ വരും. ഇങ്ങനെ കരടിക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കരടിക്കാലെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് നമ്മൾ കിക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് മാറാനുള്ള സംവിധാനങ്ങൾ, അതിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്തു പോവുക. അതെങ്ങനെയാണെന്ന് ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു കാല് വരുന്ന സമയത്ത് കാല് വരുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ കാല് ഒത്തിരി ലെങ്ത്തിലല്ല, വളരെ ഷോർട്ടായിട്ടാണ് വരുന്നത്. കാരണം അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ്. കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതായത് കാല് വരുന്നു, അത്ര ഉള്ളു കരടിക്കാല്. എന്നിട്ട് നോക്കിയാൽ കിക്ക് വരുന്ന നമുക്ക് ആദ്യം കിട്ടും. അപ്പം ഇവിടുന്ന് ഈ ചുവട് ഇങ്ങോട്ട് മാറ്റി അടുത്ത് വെച്ച് നേരെ കയറി ചെയ്യുന്നത്. കേട്ടോ? ഇവിടെ കിട്ടിയോ? ഇതിനെ എളുപ്പത്തിലാക്കുമ്പോഴാണ് കിക്ക് മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാവുന്നത്. കാണിച്ചാൽ ഇപ്പുറത്തേക്കാം.
അപ്പം ഇങ്ങനെ നിന്ന് കണ്ടോ, കരടിക്കാലം നമ്മൾ ഇങ്ങോട്ട് വെച്ച് കണ്ടോ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് കണ്ടോ, ക്ലിയർ ആകുന്നതോ? ഒന്നുകൂടെ ഇങ്ങനെ നിൽക്കുന്നു, ഈ കാലം ഇങ്ങോട്ട് പെടത്തുന്നുണ്ടോ, ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കണ്ടോ, വ്യക്തമായി പിടി കിട്ടുക. അതാണ് നമ്മൾ പറയത്തില്ലേ ഇടത്തെടുത്ത് നോക്കി അല്ലെ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങളുടെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഇതാണ്. ഇങ്ങനെ കളരിപ്പയറ്റിനെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി ഇത് ഇമോഷണലായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. ഇപ്പം ചെയ്ത അതേ സാധനം ഇമോഷണൽ ഫൈറ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കണം? ഇതിൽ നമ്മൾ ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് ഒരാളെ താഴെ കളയാനുള്ള പരിപാടിയാണ്. കാരണം ബോഡിയുടെ വെയിറ്റ് താഴോട്ടാണ്, പെഡലിക്ക് വെയിറ്റ് കുറവാണ്, നമ്മുടെ സെർവിക്കലായിട്ടുള്ള ബോണൊക്കെ ഇല്ലേ വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആംഗിളിലേക്ക് പെടലിടിച്ചാൽ എത്ര വലിപ്പമുള്ള ആളും താഴേക്ക് വീഴും. ഇതാണ് എൻ്റെ രീതി. ഇപ്പം നമ്മൾ ചെയ്തത് അതാണ്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ലെവലിലേക്ക് വരുമ്പോൾ സംഗതി മാറുകയാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് ഏതിനെയും ഒരു ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ നമുക്കിത് സ്ട്രീറ്റിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചത്. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്. ഇമോഷൻസ് അകത്തുനിന്ന് വരണം. ഇതാണ് ഇതിൻ്റെ ഒരവസ്ഥ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വാർ ആൻഡ് പീസ് എന്ന് പറയില്ലേ, യുദ്ധം കഴിഞ്ഞ് ഒരു സ്ഥലത്താണ് സമാധാനം ഉണ്ടായിട്ടുള്ളത്. ജപ്പാനിലൊക്കെ ഒരുപാട് യുദ്ധങ്ങൾക്ക് ശേഷമാണ് അവിടെ ആ രാജ്യം അത്രയും പുരോഗതി പ്രാപിച്ചത്. കാരണം ഒരു യുദ്ധം വരുന്ന സമയത്ത് ദേശസ്നേഹം ആ സമയത്ത് മാത്രമേ, നമ്മുടെ വീടിൻ്റെ മേളിൽ വന്നൊരു ഷെല്ല് വീണാൽ മാത്രമേ ദേശസ്നേഹം ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. അങ്ങനെ യുദ്ധം കഴിഞ്ഞൊരു സമാധാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആ യുദ്ധത്തിൽ നമ്മളും പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ എത്തുന്ന ഒരു സമയമാണ് യുദ്ധം. ആ യുദ്ധത്തിന് ശേഷമുള്ള സമാധാനം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനെയാണ് ആധ്യാത്മികത എന്ന് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക എപ്പോഴും. എന്നാൽ എന്തിനു വേണ്ടിയിട്ട്? സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ യുദ്ധം ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? സമാധാനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമാധാനം വരുന്ന സമയത്ത് ഡീപ്പായിട്ട് നമുക്ക് മെഡിറ്റേഷനിലേക്കോ ധ്യാനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ താഴത്തേക്കൊക്കെ സമാധിയിലേക്കൊക്കെ പോകുന്ന സമയത്തേക്ക് വളരെ ശാന്തമായി ഇരിക്കുവാനുമുള്ള ടെക്നിക്കുകളും കളരിപ്പയറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ഇരുത്തം വന്ന ഗുരുക്കന്മാർ ഉണ്ടാവുകയുള്ളൂ. അല്ലെ ബഹളം വെക്കുന്ന ഗുരുക്കന്മാർ ധാരാളം ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒന്നുമില്ലാത്ത പാത്രം ഒച്ചയുണ്ടാക്കുമെന്ന്? അങ്ങനെയുള്ളവരല്ല ഗുരുക്കന്മാർ. ആ പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറച്ചാൽ അത് അനങ്ങാതെ സൈലൻ്റായി ഇരുന്നോളൂ. ഒരു മൂടി കൊണ്ട് വെച്ച് അടച്ചുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊന്നും വീഴാതെ നമുക്ക് നോക്കുകയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.